നമസ്കാരം. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ അവർ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ മുസ്ലിങ്ങളായ വിദ്യാഭ്യാസ മന്ത്രിമാർ വന്നാൽ അതാണ് ഈ രാജ്യത്തെ വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് നേരത്തെ ആരോപണം ഉന്നയിച്ചത് ഇന്ത്യയുടെ CBI ഡയറക്ടറായിരുന്ന നാഗേശ്വര റാവുവാണ്. അദ്ദേഹം സംഘപരിവാറിൽ നിന്ന് ചില സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ടാണ് അന്ന് അത് പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു, നടപടിയെടുത്തു. അതൊക്കെ തന്നെ പിന്നീട് പറയാം. ഇവിടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യയുടേത് ആരായിരുന്നു എടുത്ത് പരിശോധിച്ചാൽ മൗലാന അബുൽ കലാം ആസാദാണ്. അദ്ദേഹം ഖുർആൻ പരിഭാഷപ്പെടുത്തി, അതായത് ഇന്ത്യയിലെ ഉപനിഷത്തുക്കളുമായി താരതമ്യം ചെയ്തുകൊണ്ട് ലോകത്താദ്യമായിക്കൊണ്ട് ഉപനിഷത്തുക്കളെ ലോകത്തിന് പരിചയപ്പെടുത്തുക കൂടി ചെയ്തുകൊണ്ട് ഖുർആൻ വ്യാഖ്യാനം നടത്തിയ വലിയൊരു നിയമ പണ്ഡിതനും അതേപോലെ തന്നെ വലിയ ചരിത്ര പണ്ഡിതൻ അതേപോലെ മതേതരവാദിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. മറ്റൊരു വിദ്യാഭ്യാസ മന്ത്രി ഹുമയൂൺ കബീറാണ്. ഇന്ത്യ സമയത്ത് പാകിസ്ഥാനിലായിരുന്ന അദ്ദേഹം മതേതര ഇന്ത്യയിൽ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ വന്ന മികച്ച വിദ്യാഭ്യാസ പണ്ഡിതനായിരുന്നു അദ്ദേഹം. മൂന്നാമത്തെ ആൾ MC ചഗളയാണ്. അദ്ദേഹം പഞ്ചാബിലായിരുന്നു. അദ്ദേഹം മുഹമ്മദ് അലി ജിന്നയുടെ ജൂനിയറായിരുന്നു, അടുത്ത അനുയായിയായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു. പക്ഷേ MC ചഗള മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ വാദം ഉന്നയിച്ചപ്പോൾ അതിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന തികഞ്ഞ മതേതരവാദി, പിന്നീട് പഞ്ചാബിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട്, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ജഡ്ജിയായ വലിയൊരു നിയമ പണ്ഡിതൻ കൂടിയായ മതേതരവാദിയായിരുന്നു MC ചഗള. അതേപോലെ നൂറുൽ ഹസൻ ലോകമറിഞ്ഞ ചരിത്ര പണ്ഡിതനായിരുന്നു, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് വിദ്യാഭ്യാസ മന്ത്രിമാരായ ആളുകൾ. ഇവരെയൊക്കെ തന്നെ എന്നും വലിയ അധികാര ശ്രേണിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തപ്പോഴും ആ മേഖലയിൽ ശോഭിച്ച ആളുകളാണ്. അതേസമയത്ത് കേരളത്തിൽ ഇന്ന് ഇത് മറപിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ പുതിയ ചർച്ച കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്, ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പാർട്ടിയും മതവും അല്ല പരിഗണിക്കുന്നത്, അവരുടെ നയങ്ങളാണ്. ലീഗായതുകൊണ്ട് എല്ലാം തെറ്റ് ചെയ്യുമെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരാൾ വിദ്യാഭ്യാസ മന്ത്രിയാവുന്ന സമയത്ത് അവരുടെ നയങ്ങളെയാണ് പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന മുരളീധരനെ പോലെയുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന അത്തരം പ്രചരണങ്ങളിൽ കോൺഗ്രസും പൊതുസമൂഹവും വശംവദരാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ ജാതിയും മതവും നോക്കിയല്ല വിദ്യാഭ്യാസ മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടത്, അവരുടെ നയങ്ങളാണ്, നിലപാടുകളാണ്. ഇക്കാലം അത്രയും കേരളത്തിലെ ഏത് പാർട്ടി വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തപ്പോഴും മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. അതിനിയും തുടരണമെന്ന് തന്നെയാണ് അഭിപ്രായം. നന്ദി, നമസ്കാരം.